Okay. Hello, good morning. PPT ഷെയർ ചെയ്തിട്ട് കാണുന്നുണ്ടോ? PPT കാണുന്നുണ്ടോ? ഓക്കെ. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ ആണ്, ഇന്നലെ മുതൽ തുടങ്ങിയതാണ്, ഇതുവരെ സോൾവ് ആയില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയിടത്തുനിന്ന് തുടങ്ങാം. ഇന്നലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് നോർമൽ ഷോക്ക് വേവ്, സ്റ്റേഷനറി നോർമൽ ഷോക്ക് വേവ്സിന്റെ അക്രോസ് ആയിട്ടുള്ള പ്രഷർ റേഷ്യോ, ടെമ്പറേച്ചർ റേഷ്യോ, ഈ രണ്ട് ഇക്വേഷൻസ് അല്ലേ? വേറെ ഇത് രണ്ടുമല്ലോ നമ്മൾ കണ്ടത്. ദെൻ ആൾസോ വി ഡിറൈവ്, ആദ്യം ചെയ്തത് നമ്മൾ അപ്സ്ട്രീം ഡൗൺ സ്ട്രീം മാക് നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. അപ്പോൾ നോർമൽ ഷോക്ക് വേവ്സിന്റെ കേസിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു എന്താണ് ഷോക്ക് വേവ്. സൂപ്പർസോണിക് ഫ്ലോസിലാണ് നോർമലി ഉണ്ടാവുന്നത്. വെൻ എ നോർമൽ ഷോക്ക് വേവ് അപ്പിയർ അറ്റ് any point in the supersonic flow suddenly changes its character to subsonic. ആ ഫ്ലോ ഷോക്ക് വേവ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സബ്സോണിക് കണ്ടീഷൻസിലോട്ട് പോവും. ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് പ്രഷർ, ടെമ്പറേച്ചർ, ഡെൻസിറ്റി റൈസസ് ടു എ വെരി ഹൈ വാല്യൂ. ആ പ്രഷർ റേഷ്യോ, ടെമ്പറേച്ചർ റേഷ്യോയുടെ ഇക്വേഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടത്. അതുപോലെ തന്നെ അപ്സ്ട്രീം ഡൗൺ സ്ട്രീം മാക് നമ്പേഴ്സ്, അതായത് MX MY, എക്സ് എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് അപ്സ്ട്രീം കണ്ടീഷനെയും വൈ ഡൗൺ സ്ട്രീം കണ്ടീഷനെയും റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഇതിൻ്റെ അകത്ത്. അപ്പോൾ MX ആൻഡ് MY റിലേഷൻസ് നമ്മൾ ഇന്നലെ ചെയ്തു. അപ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു 3-4 ഡെറിവേഷൻസ് കൂടെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഈ ഡെറിവേഷൻസ് പല രീതിയിൽ ചോദിക്കാം, നിങ്ങൾക്ക് അത് പ്രൂവ് ചെയ്യാൻ പറയാൻ, ചിലപ്പോൾ അത് അതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഓരോന്നോരോന്ന് ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. നൗ ലെറ്റ് us see the next equation, which is stagnation pressure ratio across a normal shock wave. അതിന് മുമ്പ് ചോദിക്കട്ടെ, ഞാൻ ഇതിന്റെ റെക്കോർഡിംഗ് കൊടുത്തിട്ടുണ്ട്. റെക്കോർഡിംഗ് ഉണ്ടോ അവിടെ? ഉണ്ട് സാർ. ഉണ്ടോ? ഓക്കെ സാർ, ഇന്നലെ അത് പ്രശ്നത്തിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. ഓക്കെ. അപ്പൊ സ്റ്റാഗ്നേഷൻ പ്രഷർ റേഷ്യോ നമ്മൾ പറയുന്നതാണ് ഷോക്ക് വേവിന് അക്രോസ് ആയിട്ടുള്ള ഫ്ലോ എന്ന് പറയുന്നത് ഐസെൻട്രോപിക് അല്ല, അഡയാബാറ്റിക് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഐസെൻട്രോപിക് എന്ന് പറയുമ്പോൾ റിവേഴ്സിബിൾ അഡയാബാറ്റിക് ആണ്. അപ്പൊ ഷോക്ക് വേവ് എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്. സോ ഇറ്റ് ഈസ് അഡയാബാറ്റിക്. അപ്പൊ അതിന്റെ കേസിൽ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, TOXും TOYയും കോൺസ്റ്റന്റ് ആണ്. അതേസമയം സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് വരും. കാരണം എന്താണ്? ദ ഫ്ലോ ഈസ് നോട്ട് റിവേഴ്സിബിൾ. സോ ദർ ഈസ് എ ലോസ് ഇൻ സ്റ്റാഗ്നേഷൻ പ്രഷർ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ സ്റ്റാഗ്നേഷൻ പ്രഷർ. അപ്പൊ ആ ഒരു പ്രഷർ റേഷ്യോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇവിടെ. അപ്പൊ അത് ഡിറൈവ് ചെയ്യാനായിട്ട് നമുക്ക് അറിയാവുന്ന രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഓൾറെഡി നേരത്തെ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റാറ്റിക് പ്രഷറും സ്റ്റാഗ്നേഷൻ പ്രഷറും തമ്മിലുള്ള റിലേഷൻ. ഒരു സെക്ഷനിലെ സ്റ്റാറ്റിക് പ്രഷർ PX ആൻഡ് സ്റ്റാഗ്നേഷൻ പ്രഷർ POX ആണെങ്കിൽ അത് തമ്മിൽ റിലേറ്റ് ചെയ്യാനായിട്ട് വി ഹാവ് ദ റിലേഷൻ POX/PX 1 + γ - 1/2 mx². ഈ ഇക്വേഷൻസ് ഇതിപ്പോ γ/γ-1. അതുപോലെ തന്നെ അതിന്റെ ഡൗൺ സ്ട്രീം കണ്ടീഷനിലെ സ്റ്റാറ്റിക്കും സ്റ്റാഗ്നേഷൻ പ്രഷറും തമ്മിൽ ഈ റിലേഷൻ. ഇത് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്, പുതിയതല്ല. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ POXും POYയും തമ്മിൽ റിലേറ്റ് ചെയ്യണം. വാട്ട് വി നീഡ് ഈസ് POY/POX. അപ്പൊ ആ ഇക്വേഷൻസിൽ നമുക്ക് അതിൽ നിന്ന് ഫോം ചെയ്യാവുന്നതാണ്. വാട്ട് വി ഗെറ്റ് ഈസ് PY/PX into 1 + γ - 1/2 my². അപ്പൊ ആ റിലേഷൻ കിട്ടും. ഇതില് PY/PX ഓൾറെഡി നിങ്ങൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ആണ്. PY/PX എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാറ്റിക് പ്രഷർ റേഷ്യോ അക്രോസ് ദി ഷോക്ക് വേവ്. അപ്പൊ അത് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ കണ്ടതാണ്. അതുപോലെ ഈ ബ്രാക്കറ്റിന്റെ അകത്ത് കിടക്കുന്ന 1 + γ - 1/2 my²/1 + γ - 1/2 mx² എന്ന് പറയുന്നത് എന്താണ്? TX/TY ആണ്. ടെമ്പറേച്ചർ റേഷ്യോയുടെ ഇക്വേഷൻ നമ്മൾ ഇന്നലെ ഡിറൈവ് ചെയ്തതാണ്. അപ്പോൾ TX/TY. അപ്പൊ ഇത് രണ്ടും നമ്മൾ ഇതിന്റെ അടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സിംപ്ലിഫൈ ചെയ്യേണ്ട കാര്യമുള്ളൂ. കാരണം ആകെ നമുക്ക് അറിയാം, ഓൾറെഡി നമ്മൾ ചെയ്ത രണ്ട് ഇക്വേഷൻസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. PY/PXും TY/TX ആണ് ഇന്നലെ കിട്ടിയത്. ഇവിടെ കിടക്കുന്ന TX/TY ആണ്. സോ യു സബ്സ്റ്റിറ്റ്യൂട്ട് the known equations of pressure ratio and temperature ratio here, and you can simplify it. ആ സിംപ്ലിഫിക്കേഷൻ സ്റ്റെപ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലോട്ട് നിങ്ങൾ നോക്കിക്കോളൂ, ചെയ്ത് നോക്കിക്കോളൂ നിങ്ങളത്. കാരണം അത് ഇതിന്റെ സിംപ്ലിഫിക്കേഷൻ സ്റ്റെപ്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക അതിന്റെ അകത്ത്. ആൻഡ് ഫൈനലി വാട്ട് വി ഗെറ്റ് ഈസ് വൺ ഇക്വേഷൻ POY/POX = ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. അപ്പൊ ഇത് ഫൈനൽ ഇക്വേഷൻ ആണ്, സ്റ്റാഗ്നേഷൻ പ്രഷർ റേഷ്യോ അക്രോസ് ദ ഷോക്ക്. അപ്പൊ ഈ ഇക്വേഷൻ തന്നിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു പോകുന്നത്. പ്രോബ്ലം ചെയ്യാനായിട്ട് ഇക്വേഷൻസിന്റെ ആവശ്യമില്ല, നമ്മൾ ഡാറ്റാ ബുക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യത്തുള്ളൂ.
അപ്പൊ ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കുക നിങ്ങൾ. ദെൻ നെക്സ്റ്റ്, സ്റ്റാഗ്നേഷൻ ടു സ്റ്റാറ്റിക് പ്രഷർ റേഷ്യോ. സ്റ്റാഗ്നേഷൻ ടു സ്റ്റാറ്റിക് പ്രഷർ റേഷ്യോ ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നമ്മള് സ്റ്റാറ്റിക്കും ഒരു സെക്ഷനിലെ സ്റ്റാറ്റിക് ആൻഡ് സ്റ്റാഗ്നേഷൻ പ്രഷർ റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐസെൻട്രോപിക് റിലേഷൻ, നമ്മൾ അതാ നേരത്തെ പറഞ്ഞത്, ഒരു പെർട്ടിക്കുലർ സെക്ഷനിലെ സ്റ്റാറ്റിക് ആൻഡ് സ്റ്റാഗ്നേഷൻ പ്രഷർ റേഷ്യോ നമുക്ക് ഈ റിലേഷൻ വെച്ച് POX/PX ഈ റിലേഷൻ വെച്ചിട്ട് നമുക്ക് കാണാം. ഒരു കാര്യം ചോദിക്കട്ടെ, എന്റെ ലാപ്ടോപ്പ് ഓഫ് ആയത്, ആ റെക്കോർഡിംഗ് ഓൺ ഗോയിങ് ആണോ? ആണ് സാർ, ആണ്. ആണോ? അല്ല, ലാപ്പിൽ നിന്നാണ് ഞാൻ കൊടുത്തത്, അതുകൊണ്ട് ചോദിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതില് സ്റ്റാറ്റിക് സ്റ്റാഗ്നേഷൻ പ്രഷർ റേഷ്യോ ഒരു സെക്ഷനിലെ കാണാനാണെങ്കിൽ നമുക്ക് ഐസെൻട്രോപിക് റിലേഷൻ മതി. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്റ്റാറ്റിക് പ്രഷറും സ്റ്റാഗ്നേഷൻ പ്രഷർ എന്താണ് റിലേഷൻ എന്നുള്ളത്, അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. അപ്പൊ അത് പക്ഷെ ഇവിടെ ഈ കേസിൽ ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് ഡൗൺ സ്ട്രീമിലെ സ്റ്റാഗ്നേഷൻ പ്രഷർ POY-യും അപ്സ്ട്രീം കണ്ടീഷനും തമ്മിലുള്ള റേഷ്യോ, അതായത് POY/PX. PX എന്ന് പറയുന്നത് അപ്സ്ട്രീം എന്ന് പറയുന്നത് ഷോക്കോവിന് മുമ്പേ ഉള്ള, അതായത് നോർമൽ കണ്ടീഷനിൽ ഷോക്കോവ് ഇല്ലെങ്കിൽ എന്താണ് ആ സെക്ഷനിലെ പ്രഷർ, അത് PX. അതേസമയം POY എന്ന് പറയുന്നത് ഷോക്കോവിന് ശേഷമുള്ള സ്റ്റാഗ്നേഷൻ പ്രഷർ വാല്യൂ. ഈ റേഷ്യോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റേഷ്യോ ആണ്. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഫ്ലോ വെലോസിറ്റി മെഷർ ചെയ്യാനായിട്ട്, നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിച്ചിട്ടുണ്ട്. ഫ്ലൂയിഡ് മെക്കാനിക്സിൽ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എ പിറ്റഡ് ട്യൂബ് ദർ? പിറ്റഡ് ട്യൂബിന്റെ ഫംഗ്ഷൻ എന്താണ്? പിറ്റഡ് ട്യൂബിന്റെ യൂസ് എന്തായിരുന്നു? നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കുന്നതാണ്. ഏതാണ്? പ്രഷർ കാണാനായിട്ടുള്ളതല്ലോ. പ്രഷർ അൾട്ടിമേറ്റ് വെലോസിറ്റി. പ്രഷർ അത് സെൻസ് ചെയ്യുന്ന പ്രഷർ ആയിരിക്കാം, പക്ഷെ വാട്ട് വി യൂസ് ഈസ് ടു മെഷർ ദ ഫ്ലോ വെലോസിറ്റി. എങ്ങനെയാ ഫ്ലോ വെലോസിറ്റി മെഷർ ചെയ്യുന്ന അവിടെ ഒരു പിറ്റഡ് ട്യൂബ് വെച്ചിട്ട്? ഹൗ ഡു യു യൂസ് പിറ്റഡ് ട്യൂബ് ടു മെഷർ ദ വെലോസിറ്റി ഓഫ് ഫ്ലോ? എന്താണ് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? പിറ്റഡ് ട്യൂബ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ജോമെട്രി എന്താണ്? അതിന്റെ ഷേപ്പ് എന്താണ്? സ്ട്രേറ്റ് ട്യൂബ് ആണോ, ബെൻഡ് ട്യൂബ് ആണോ? നമ്മൾ ലാബിൽ ഒരു പക്ഷെ കണ്ടു. ഏതാണ്? ബെൻഡ്. അതായത് എൽ ഷേപ്പിലുള്ള ബെൻഡ് ട്യൂബ് ആണ്. എൽ ഷേപ്പിലെ ബെൻഡ് ട്യൂബ്, അതിന്റെ ടിപ്പിൽ ഒരു നോസ്, അതായത് ചെറിയൊരു ഹോള് കാണും. ആ പോയിന്റ് നമ്മൾ പറയുന്നത് സ്റ്റാഗ്നേഷൻ പോയിന്റ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു പിറ്റഡ് ട്യൂബ് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, ഫ്ലൂയിഡ് ഫ്ലോയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ നോസിന്റെ അവിടെ സ്റ്റാഗ്നേഷൻ പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്? വെലോസിറ്റി 0 ആവും. വാട്ട് ഈസ് ദ കണ്ടീഷൻ, വാട്ട് ഈസ് ദ സ്റ്റേറ്റ് വെൻ യു ഡിക്രീസ് ദ വെലോസിറ്റി ടു 0 വാല്യൂ? വെലോസിറ്റി 0 ആവുന്ന സ്റ്റേറ്റിന് എന്താ നമ്മൾ പറയുന്നത്? സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ് എന്ന് പറയും. അപ്പൊ ആ പോയിന്റ് റെക്കോർഡ് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് ടോട്ടൽ പ്രഷർ ആയിരിക്കും. അപ്പൊ ടോട്ടൽ പ്രഷർ, അപ്പൊ ആ ബെൻഡ് ട്യൂബ് അല്ലെങ്കിൽ ആ പിറ്റഡ് ട്യൂബ് മെഷർ ചെയ്യുന്നത് ടോട്ടൽ പ്രഷർ അല്ലെങ്കിൽ നമ്മൾ സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറയുന്ന പ്രഷർ ആയിരിക്കും അത് മെഷർ ചെയ്യുന്നത്. പക്ഷെ സ്റ്റാഗ്നേഷൻ പ്രഷറിന്റെ വാല്യൂ വെച്ചിട്ട് മാത്രം അങ്ങനെ ഫ്ലോ വെലോസിറ്റി കാണുന്നത് നമ്മള്. അപ്പൊ പിറ്റഡ് ട്യൂബ് വെച്ചിട്ട് മാത്രമല്ല നമ്മൾ കാണുന്നത്, പിറ്റഡ് ട്യൂബിന്റെ കൂടെ ഇഫ് യു ഹാവ് എ സ്റ്റാറ്റിക് ട്യൂബ്. എന്താ സ്റ്റാറ്റിക് ട്യൂബ് എന്ന് പറയുന്നത്? പിറ്റഡ് ട്യൂബ് നമ്മൾ ഫ്ലോ ഫ്ലൂയിഡിലോട്ട് ഇൻസേർട്ട് ചെയ്ത് ഫ്ലോ വരുന്ന ഡയറക്ഷനെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. സ്റ്റാറ്റിക് ട്യൂബ് എന്ന് പറയുന്നത് അതിന്റെ ജസ്റ്റ് അതിന്റെ സർഫസിൽ, ഇപ്പൊ ഒരു പൈപ്പ് ഉണ്ടെങ്കിൽ പൈപ്പിന്റെ സർഫസിൽ നിന്ന് ഒരു ഹോൾ ഇട്ടിട്ട് എന്ത് ചെയ്യും? ഒരു സ്ട്രെയിറ്റ് ട്യൂബ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റിലുള്ള പ്രഷർ എന്താണോ അതനുസരിച്ച് അത് ആ ട്യൂബിൽ റൈസ് ചെയ്യും. അത് അവിടുത്തെ സ്റ്റാറ്റിക് പ്രഷറിനെയാണ് കാണിക്കുന്നത്. അപ്പൊ സ്റ്റാറ്റിക് പ്രഷർ ഒരു പിറ്റഡ് ട്യൂബും ഒരു സ്റ്റാറ്റിക് ട്യൂബും കൂടി ഒരു കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ട്യൂബ് വിൽ റെക്കോർഡ് ദ സ്റ്റാറ്റിക് പ്രഷർ, പിറ്റഡ് ട്യൂബ് വിൽ റെക്കോർഡ് ദി ടോട്ടൽ പ്രഷർ. ഈ ടോട്ടൽ പ്രഷറും സ്റ്റാറ്റിക് പ്രഷറും തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നത്? ഇൻകംപ്രസിബിൾ ഫ്ലോയിൽ എന്താ റിലേഷൻ എന്താണ്? ടോട്ടൽ പ്രഷറും സ്റ്റാറ്റിക് പ്രഷറും തമ്മിൽ ഇൻകംപ്രസിബിൾ ഫ്ലോയിലെ റിലേഷൻ എന്താണ്? What is the relation between total pressure and static pressure in incompressible flow? അതിൽ നിന്ന് നിങ്ങൾ കംപ്രസിബിലിറ്റി ഫാക്ടർ അല്ലെ പ്രഷർ കോഎഫിഷ്യന്റ് ഒന്നും ഡിഫൈൻ ചെയ്താണ്. പ്രഷർ കോഎഫിഷ്യന്റ് ഈക്വൽ ടു 1 എന്ന് നിങ്ങൾക്ക് കിട്ടും. എന്താണ്? ടോട്ടൽ പ്രഷർ ഈക്വൽ ടു സ്റ്റാറ്റിക് പ്രഷർ പ്ലസ് ഡൈനാമിക് പ്രഷർ. ഡൈനാമിക് പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ ഹാഫ് റോ വി സ്ക്വയർ എന്നും പറഞ്ഞിട്ട്, സോ പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ അല്ലെങ്കിൽ ഹാഫ് റോ സി സ്ക്വയർ ഈക്വൽ ടു പി നോട്ട്. അതിൽ നിന്നാണ് നിങ്ങൾ പി നോട്ട് മൈനസ് പി ബൈ ഹാഫ് റോ സി സ്ക്വയർ ഈക്വൽ ടു 1 ആ റേഷ്യോ ടേമിന് നമ്മൾ കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞു. ആ കംപ്രസിബിലിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു 1 ഫോർ ഇൻകംപ്രസിബിൾ ഫ്ലോ, ആൻഡ് വി ഹാവ് സീൻ ഹൗ ഇറ്റ് ഡിഫർ വെൻ
ദ ഫ്ലോ ബിക്കംസ് കംപ്രസിബിൾ. അതൊക്കെ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ ഒരു സ്പിറ്റഡ് ട്യൂബും ഒരു സ്റ്റാറ്റിക് ട്യൂബും കൂടി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലോ വെലോസിറ്റി മെഷർ ചെയ്യാൻ പറ്റും. നമുക്ക് അതിന്റെ പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യാൻ പറ്റും. പ്രഷർ ഡിഫറൻസ് എന്തായിരിക്കും? പിറ്റഡ് ട്യൂബും സ്റ്റാറ്റിക് ട്യൂബും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡൈനാമിക് പ്രഷർ ആയിരിക്കും. ആ ഡൈനാമിക് പ്രഷർ എന്ന് ഹാഫ് റോ വി സ്ക്വയർ ആണ്. അതിൽ നിന്ന് ഫ്ലോ വെലോസിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ സൂപ്പർസോണിക് ഫ്ലോയുടെ കേസാണ് നമ്മൾ പറയുന്നത്. ഷോക്കേഴ്സ് എന്ന് പറയുന്നത് സൂപ്പർസോണിക് ഉള്ള കേസിൽ. അപ്പൊ ഒരു സൂപ്പർസോണിക് ഫ്ലോയിൽ നമ്മൾ പിറ്റഡ് ട്യൂബ് യൂസ് ചെയ്യുമ്പോഴത്തെ പ്രശ്നം എന്താണ്? ഈ കണ്ടീഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്താണ്? ടോട്ടൽ പ്രഷർ ഈക്വൽ ടു പിനോ സ്റ്റാറ്റിക് പ്രഷർ പ്ലസ് ഡൈനാമിക് പ്രഷർ എന്നുള്ളത് ഇൻകംപ്രസിബിൾ ഫ്ലോയിലാണ്. അപ്പൊ നമുക്ക് കംപ്രസിബിൾ ഫ്ലോയുടെ കേസിലാണെങ്കിൽ കംപ്രസിബിൾ ഫ്ലോയുടെ ഇക്വേഷൻ വെച്ചിട്ട് വേണം നമുക്ക് ഫ്ലോ വെലോസിറ്റി കാണാനായിട്ട്. ഇനി ഒരു സബ്സോണിക് ഫ്ലോ ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഫ്ലോ വെലോസിറ്റി കാണാൻ പറ്റും? ഒരു പിറ്റഡ് ട്യൂബും സ്റ്റാറ്റിക് ട്യൂബും യൂസ് ചെയ്തിട്ട് എങ്ങനെ കാണാൻ പറ്റും? സബ്സോണിക് ഫ്ലോ ആണെങ്കിൽ സബ്സോണിക് കണ്ടീഷന്റെ വെലോസിറ്റി സബ്സോണിക് കേസിലുള്ള ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. സബ്സോണിക് കേസിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ഡിഫൈൻ ചെയ്ത അതേ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഏത് ഇക്വേഷൻ? ആദ്യം നമ്മൾ പറഞ്ഞ ഇക്വേഷൻ. ഇപ്പൊ നമുക്കൊരു പോയിന്റില് സബ്സോണിക് ഫ്ലോയിൽ ഷോക്കോവ് ഇല്ല. അപ്പൊ അവിടെ എന്താണ്? ഐസെൻട്രോപിക് ഫ്ലോ ആണെങ്കിൽ ടോട്ടൽ പ്രഷർ വിൽ ബി കോൺസ്റ്റന്റ്. അപ്പൊ ഒരു പോയിന്റില് സ്റ്റാറ്റിക് പ്രഷറും ഡൈനാമിക് പ്രഷറും സ്റ്റാറ്റിക് പ്രഷറും ടോട്ടൽ പ്രഷർ അറിയാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ റിലേഷൻ വെച്ചിട്ട് PO by P ഈക്വൽ ടു 1 plus gamma minus 1 by 2 m square to the power gamma by gamma minus 1. ഈ റിലേഷൻ വെച്ചാൽ നമുക്ക് മാക് നമ്പർ കണ്ടുപിടിക്കാം. ടോട്ടൽ പ്രഷറിന്റെ വാല്യൂവും സ്റ്റാറ്റിക് പ്രഷറിന്റെ വാല്യൂ അറിയാന്നുണ്ടെങ്കിൽ കംപ്രസിബിൾ ഫ്ലോയുടെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ മാക് നമ്പർ കണ്ടുപിടിക്കാം. മാക് നമ്പർ കണ്ടാലും ഫ്ലോ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. അപ്പൊ അത് ഒരു പിറ്റഡ് ട്യൂബ് അല്ലെങ്കിൽ പിറ്റഡ് സ്റ്റാറ്റിക് ട്യൂബ് എന്ന് പറയും. നമ്മൾ പിറ്റഡ് ട്യൂബും സ്റ്റാറ്റിക് ട്യൂബ് എന്നും പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങൾ പിറ്റോഡ് സ്റ്റാറ്റിക് ട്യൂബ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. എന്താ പിറ്റോഡ് സ്റ്റാറ്റിക് ട്യൂബ്? ഒറ്റ അത് നെക്സ്റ്റ് ഞാൻ ഡയഗ്രം ഇടുമ്പോൾ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ദാറ്റ് വിൽ ബി ഹാവിംഗ് ദി പോർട്ട് ഫോർ സെൻസിങ് ബോത്ത് ടോട്ടൽ പ്രഷർ ആൻഡ് സ്റ്റാറ്റിക് പ്രഷർ. ഒറ്റ ഡിവൈസ്. നമ്മൾ പിറ്റഡ് ട്യൂബും സ്റ്റാറ്റിക് ട്യൂബും സെപ്പറേറ്റ് രണ്ട് ഡിവൈസസ് ആയിട്ട് യൂസ് ചെയ്യാതെ ഒരു ഡിവൈസിന്റെ അകത്ത് തന്നെ ടോട്ടൽ പ്രഷറും സ്റ്റാറ്റിക് പ്രഷറും സെൻസ് ചെയ്യാനുള്ള പോർട്ട് കാണും അതിന്റെ അകത്ത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡിവൈസ് ആണ് പിറ്റോഡ് സ്റ്റാറ്റിക് ട്യൂബ് എന്നുള്ള രീതിയിൽ. അപ്പൊ ഒരു പിറ്റോഡ് സ്റ്റാറ്റിക് ട്യൂബ് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ പ്രഷറും സ്റ്റാറ്റിക് പ്രഷറും റെക്കോർഡ് ആവും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മാക് നമ്പറിന്റെ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ ആ മാക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റിലെ വെലോസിറ്റി ഓഫ് ഫ്ലോ കണ്ടുപിടിക്കാൻ പറ്റും ഒരു സബ്സോണിക് ഫ്ലോ ആണെങ്കിൽ. പക്ഷെ കംപ്രസിബിൾ ഫ്ലോ സൂപ്പർസോണിക് ഫ്ലോ ആണെങ്കിൽ എന്താണ് പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ വെൻ യു പ്ലേസ് എ പിറ്റഡ് ട്യൂബ് ഇൻ എ സൂപ്പർസോണിക് ഫ്ലോ, ഇതാണ് സിറ്റുവേഷൻ വരുന്നത്. ഇവിടെ നോക്കുക, ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു പിറ്റഡ് ട്യൂബ് സൂപ്പർസോണിക് ഫ്ലോയിൽ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ അതിന്റെ നോസിന്റെ ഫ്രണ്ടിലായിട്ട് എ ബൗ ഷോക്ക് വിൽ, ബൗ എന്ന് വെച്ചാൽ കർവ്ഡ് ടൈപ്പിലുള്ള ഷോക്ക് വേവ് ഫോം ചെയ്തു. കാരണം നിങ്ങൾക്കറിയാം, ഒരു ഒബ്സ്ട്രക്ഷൻ വന്ന് അവിടെ വന്ന് കംപ്രസ് ചെയ്യും. ഒരു ഒബ്സ്ട്രക്ഷൻ ആണ് നിൽക്കുന്നത്. സോ ദ സൂപ്പർസോണിക് ഫ്ലോ വിൽ ഫോം കംപ്രഷൻ വേവ് ജസ്റ്റ് അഹെഡ് ഓഫ് ദി നോസ് ഓഫ് ദാറ്റ് പിറ്റഡ് ട്യൂബ്. അപ്പൊ ഒരു കംപ്രഷൻ വേവ് അവിടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് എന്തായിരിക്കും? അത് ഇപ്പൊ ഇതാണ് ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു പിറ്റഡ് ട്യൂബ് ഒരു സൂപ്പർസോണിക് ഫ്ലോയിൽ ഇൻസേർട്ട് ചെയ്തൊക്കെയാണ്. ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് എ ഷോക്ക് വേവ് അപ്പിയർ അറ്റ് ദി നോസ് ഓഫ് ദി പിറ്റഡ് ട്യൂബ്. നോസ് എന്ന് പറയുന്നത് അതിന്റെ ടിപ്പ്. അപ്പൊ അങ്ങനെ ഒരു ഷോക്ക് വേവ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ ഷോക്ക് വേവ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സബ്സോണിക് കണ്ടീഷൻസിലോട്ട് മാറും. അപ്പൊ അവിടെ ഒരു കർവ് കാണിച്ചിട്ടുണ്ട്. ദാറ്റ് കർവ് റെപ്രസെന്റ് ദി ഷോക്ക് വേവ് ഡെവലപ്പ്. ആ ഷോക്ക് വേവിന് ശേഷമുള്ള ഷെയ്ഡഡ് പോർഷനിൽ സബ്സോണിക് കണ്ടീഷൻ ആണ്. അപ്പൊ നമ്മള് സൂപ്പർസോണിക് ഫ്ലോ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ വെലോസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഒരു പിറ്റഡ് ട്യൂബ് ഞാൻ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി അത് ഡയറക്ട്ലി ഇറ്റ് വിൽ നോട്ട് ബി ഗിവിംഗ് ദി it will not be measuring the total pressure of the corresponding to the supersonic flow. എന്തുകൊണ്ടാണ്? അതിന്റെ ടിപ്പി വരുന്ന സബ്സോണിക് ഫ്ലോ ആണ്. അപ്പൊ നമുക്ക് സബ്സോണിക് കണ്ടീഷൻസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് സൂപ്പർസോണിക് ഫ്ലോയുടെ മാക് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മെഷർ ചെയ്യുന്ന രണ്ട് കാര്യമാണ്. ഈ പിറ്റഡ് ട്യൂബ് മെഷർ ചെയ്യുന്നത് എന്തായിരിക്കും? ഷോക്കോവിന് ശേഷമുള്ള ടോട്ടൽ പ്രഷർ ആയിരിക്കും മെഷർ ചെയ്യുന്നത്. നമുക്ക് വേണ്ട എന്താണ്? ഷോക്കോവിന് മുമ്പേ ഉള്ള ടോട്ടൽ പ്രഷർ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് സബ്സോണിക്കിന്റെ ആ നേരത്തെ കാണിച്ച ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് മാക് നമ്പർ കണ്ടിട്ട് ഫ്ലോ വെലോസിറ്റി കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമ്മൾ സൂപ്പർസോണിക് ഫ്ലോയിൽ ഒരു പിറ്റഡ് ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വി ഹാവ് ഈസ് ഇറ്റ് വിൽ ബി മെഷറിംഗ് ദി ടോട്ടൽ പ്രഷർ ആഫ്റ്റർ ദ ഷോക്ക്. POY ആയിരിക്കും. കാരണം അതിന്റെ ടിപ്പ്
എന്ന് പറഞ്ഞത് POY ആയിരിക്കും മെഷർ ചെയ്യുന്നത്. POX മെഷർ ചെയ്യത്തില്ല. പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്ന അപ്സ്ട്രീം പ്രഷർ നമുക്ക് അറിയാമെന്ന് വെക്കുക. സപ്പോസ് ഒരു സ്റ്റാറ്റിക് പോർട്ട് വഴി നമുക്ക് ഷോക്ക് വേവിന് മുമ്പേ ഉള്ള സ്റ്റാറ്റിക് പ്രഷർ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റിയാൽ POXും POYയും നമുക്ക് മെഷറബിൾ ആണെങ്കിൽ വി ക്യാൻ യൂസ് ദാറ്റ് റേഷ്യോ ടു ഫൈൻഡ് ദി ഫ്ലോ വെലോസിറ്റി. അപ്പൊ അതിന് നമ്മൾ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്താൽ മതി. അപ്പൊ അതിനാണ് ഇവിടെ നോക്കുക. അപ്പൊ ആ കാര്യങ്ങളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഡയഗ്രത്തില് നമ്മൾ ചെയ്യുന്ന ഒരു അസംഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു കാര്യം, ഷോക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ഫ്ലോ ത്രൂ ദ ഷോക്ക് വേവ് ഈസ് നോട്ട് ഐസെൻട്രോപിക്. എന്താണ് ഷോക്ക് വേവിന് അക്രോസ് ആയിട്ടുള്ള ഫ്ലോ അഡയാബാറ്റിക് മാത്രമാണ്. പക്ഷെ നമുക്ക് ചെയ്യാവുന്ന കൺസിഡർ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഷോക്ക് വേവിന് മുമ്പേയും ഷോക്ക് വേവിന് ശേഷവുമുള്ള കണ്ടീഷൻസ് നമുക്ക് ഐസെൻട്രോപിക് ആയിട്ട് അസ്യൂം ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോക്ക് വേവിന്റെ അപ്സ്ട്രീം കണ്ടീഷൻ, അതായത് ഡക്റ്റിന്റെ ഇൻലെറ്റ് തൊട്ട് ഈ എക്സ് എന്നുള്ള സെക്ഷൻ വരെ, എക്സ് എന്നുള്ള സെക്ഷൻ ആണ് ഷോക്ക് വേവിന്റെ അപ്സ്ട്രീം കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡക്റ്റിന്റെ ഇൻലെറ്റ് തൊട്ട് ഷോക്ക് വേവിന്റെ അപ്സ്ട്രീം കണ്ടീഷൻ വരെ നമുക്ക് ഐസെൻട്രോപിക് ഫ്ലോ ആയിട്ട് അസ്യൂം ചെയ്യാം. പിന്നെ എക്സ് തൊട്ട് വൈ എന്ന് പറയുന്നത് ഷോക്ക് വേവിന് അക്രോസ് ആയിട്ടുള്ള ഫ്ലോ അഡയാബാറ്റിക് ആണ്. After that, from the downstream Y to tip of the nose of the pitted tube, we can consider as isentropic. അതായത് ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത് ഐസെൻട്രോപിക് റീജിയൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം ഷോക്ക് വേവിന് അക്രോസ് മാത്രമേ ഉള്ളൂ അഡയാബാറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻസ്. ഷോക്ക് വേവിന് ശേഷം സബ്സോണിക് ആണ്. പിന്നെ ആസ് യൂഷ്വൽ ഇറ്റ് ഗെറ്റ് ഡീസലറേറ്റഡ് ആൻഡ് നോസിൽ എത്തുമ്പോൾ വെലോസിറ്റി 0 ആവും. ആ പിറ്റഡ് ട്യൂബ് total pressure measure ചെയ്യും. So we can assume that the flow after the shock wave is isentropic, so that the flow decelerate isentropically to 0 velocity at the nose. അത് ടോട്ടൽ പ്രഷറിന്റെ ഡെഫിനേഷൻ ആണ് ഈ പറയുന്നത്. അപ്പൊ നോസില് നമുക്ക് കിട്ടുക എന്തായിരിക്കും, അത് എന്താണോ ഷോക്ക് വേവിന്റെ ഡൗൺ സ്ട്രീമിലുള്ള പ്രഷർ POY, അത് തന്നെയായിരിക്കും നോസില് പിറ്റഡ് ട്യൂബിന്റെ നോസിലുള്ള പ്രശ്നം. കാരണം എന്താണ്, ഐസെൻട്രോപിക് ഫ്ലോ ആണ് ഷോക്ക് വേവിന് ശേഷം ഞാൻ അസ്യൂം ചെയ്തു. അപ്പൊ ഐസെൻട്രോപിക് ഫ്ലോയിൽ എന്താണ്, ടോട്ടൽ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. സോ ദ പ്രഷർ അറ്റ് ദ നോസ് ഓഫ് ദി പിറ്റഡ് ട്യൂബ് വിൽ ബി സെയിം ആസ് ദ പ്രഷർ ആഫ്റ്റർ ദി ടോട്ടൽ പ്രഷർ ആഫ്റ്റർ ദി ഷോക്ക് വേവ്. അപ്പൊ ഒരു പിറ്റഡ് ട്യൂബ് നമ്മൾ സൂപ്പർസോണിക് ഫ്ലോയിൽ ഇൻസേർട്ട് ചെയ്താൽ ഇത്ര കാര്യം മനസ്സിലാക്കുക. വെൻ യു പ്ലേസ് എ പിറ്റഡ് ട്യൂബിനെ supersonic flow, it will be recording the total pressure after the shock, POY അത് മെഷർ ചെയ്യും. ഇനി ഇവിടെ നമുക്ക് അറിയാവുന്ന രണ്ട് കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ഇവിടെ ഇതാണ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് POY/PX. ദിസ് കോമ്പിനേഷൻ ടോട്ടൽ പ്രഷർ ആഫ്റ്റർ ദ ഷോക്ക് ടു സ്റ്റാറ്റിക് പ്രഷർ ബിഫോർ ദ ഷോക്ക്, ഇത് രണ്ടും നമുക്ക് മെഷറബിൾ ആണ്. പിറ്റഡ് ട്യൂബ് യൂസ് ചെയ്തിട്ട് POY മെഷർ ചെയ്യാം. ഒരു സ്റ്റാറ്റിക് ട്യൂബ് യൂസ് ചെയ്താൽ എനിക്ക് PX മെഷർ ചെയ്യാം. വേറെ ഏതെങ്കിലും പോയിന്റില് ഒരു സ്റ്റാറ്റിക് പോർട്ട് കൊടുത്തിട്ട്, സ്റ്റാറ്റിക് പോർട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിന്റെ സർഫസിൽ ഒരു സ്ട്രേറ്റ് ട്യൂബ് ഇൻസേർട്ട് ചെയ്താൽ എവിടെയാണോ ഞാൻ ഹോൾ ചെയ്ത് ഒരു ട്യൂബ് വെക്കുന്നത് ആ ഹോളിൽ കൂടി അവിടുത്തെ പ്രഷർ അനുസരിച്ച് റൈസ് ചെയ്യും. അപ്പൊ അത് PXും POY പറഞ്ഞാൽ ഐ ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഫ്ലോ വെലോസിറ്റി ഓഫ് ദി ഐ ക്യാൻ കാൽക്കുലേറ്റ് ദി MX വാല്യൂ, അതായത് സൂപ്പർസോണിക്കിന്റെ വെലോസിറ്റി എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് POY/POX നമുക്ക് അറിയാവുന്ന റേഷ്യോയുടെ ടേംസ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. POY/PX യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് POY/PY into PY/PX. അതിന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയൊക്കെയാണ്. ഇതിൽ നമുക്ക് POY/PI നമുക്ക് എഴുതാം. എന്താണ്, ടോട്ടൽ പ്രഷറും സ്റ്റാറ്റിക് പ്രഷറും തമ്മിലുള്ള റിലേഷൻ ആണ്, ഡൗൺ സ്ട്രീം റിലേഷൻ. സോ ദാറ്റ് യു നോ. Similarly, PY/PX also you have derived. So you substitute the known equations. PY/PX ഇതാണ് 2 gamma by gamma plus 1 mx square minus gamma minus 1 by gamma plus 1. നമ്മൾ ഇന്നലെ ഡെറൈവ് ചെയ്ത ഇക്വേഷൻ ആണ്. ഇനി POY/PY എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ നോൺ ഇക്വേഷൻ ആണ്. സ്റ്റാറ്റിക് പ്രഷറും സ്റ്റാഗ്നേഷൻ പ്രഷറും തമ്മിലുള്ള റിലേഷൻ. At any section you can use this equation. So you combine these two or substitute these two equations here. POY/PX സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി അതിൽ നിന്ന് നമുക്ക് ഇവിടെ ഓൾറെഡി ഒരു കാര്യമുണ്ട്, my² ആണ്. my² അത് ഡൗൺ സ്ട്രീമിലെ മാക് നമ്പർ ആണ്, ഷോക്കിന് ശേഷമുള്ള മാക് നമ്പർ ആണ്. ദാറ്റ് ഈസ് നോട്ട് റിക്വേർഡ്. നമുക്ക് വേണ്ട MX ആണ്. സോ വാട്ട് വി ഡു ഈസ് വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ my². അതും നമ്മൾ ഇന്നലെ
ഡിറൈവ് ചെയ്തതാണ്. എം വൈ സ്ക്വയർ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് എം വൈ സ്ക്വയർ വരുന്നിടത്ത് എം വൈ സ്ക്വയറിനെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് യു ക്യാൻ സിംപ്ലിഫൈ. സോ യു ഹാവ് ഗിവൺ ദ സിംപ്ലിഫിക്കേഷൻ സ്റ്റെപ്സ്, യു ഗോ ത്രൂ ദിസ്, സിംപ്ലിഫൈ ചെയ്ത് ഫൈനലി വാട്ട് യു അറൈവ് അറ്റ് വൺ ഇക്വേഷൻ പി ഒ വൈ by px equal to gamma plus 1 by 2 mx square. ഇവിടെ നോക്കുക, ആ ഇക്വേഷൻ നോക്കുക, റെഡി മാർക്ക് ചെയ്ത ഇക്വേഷൻ എന്ന് പറയുന്നത് it is completely in terms of mx square. So you have one equation relating equation to find the upstream Mach number using the total pressure after the shock, using the ratio of total pressure after the shock and upstream pressure, upstream static pressure. That is POY by PX ഉണ്ടെങ്കിൽ നമുക്ക് mx square ഇവിടുന്ന് കാണാൻ പറ്റും. And this formula is called Rayleigh supersonic pitted tube equation. Actually ഈ ഒരു ഡെറിവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ തേർഡ് മൊഡ്യൂളിൽ വരുന്നില്ല. ഇത് ഞാനിപ്പോ ഇതിന്റെ കൂടെ പറഞ്ഞു പോകാൻ കാരണം എന്ന് പറയുന്നത് ഈ പിറ്റഡ് ട്യൂബിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് കംസ് ഇൻ ദി ലാസ്റ്റ് മൊഡ്യൂൾ, സിക്സ്ത് മൊഡ്യൂൾ വരുന്ന ഒരു പോർഷൻ. അവിടെ നമ്മൾ വെലോസിറ്റി മെഷർമെന്റ്സും ഫ്ലോ വിഷ്വലൈസേഷൻ ടെക്നിക്സും ആണ് ലാസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒരു ഡെറിവേഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, സൂപ്പർസോണിക് പിറ്റഡ് ട്യൂബ് യൂസ് ചെയ്തിട്ട് വെലോസിറ്റി മെഷർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പൊ ഈ പറയുന്നതിന്റെ കൂടെ ഷോക്ക് വേവ്സ് പറയുന്നതിന്റെ കൂട്ടത്തിൽ ആ പാട്ട് എടുത്തു പോകുന്നുള്ളൂ. ഇത് ആക്ച്വലി വരുന്നത് ഈ ഇക്വേഷന്റെ ഡെറിവേഷൻ വരുന്നത് ലാസ്റ്റ് മൊഡ്യൂളിലാണ്, അത് ഓർത്ത് വെക്കുക നിങ്ങൾ. ഈ ഡയഗ്രത്തിൽ ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ ഡയഗ്രത്തിൽ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നോക്കുക, രണ്ട് ഡയഗ്രത്തില് രണ്ട് രീതിയിലാണ്. ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡയഗ്രത്തില് ഒരു പിറ്റഡ് ട്യൂബും സ്റ്റാറ്റിക് ട്യൂബും സെപ്പറേറ്റ് യൂസ് ചെയ്തേക്കാണ്. അപ്പൊ അതിൽ പിറ്റഡ് ട്യൂബ് മെഷർ ചെയ്യുന്നത് എന്താണ് ഇവിടെ നോക്കുക, PO2 മീൻസ് ഇവിടെ നൊട്ടേഷൻ ഡിഫറെന്റ് ആണ്. PO2 എന്ന് പറയുന്നത് നമ്മുടെ POY, ഷോക്കോവിന് ശേഷമുള്ള ടോട്ടൽ പ്രഷർ ആണ് ആ പിറ്റഡ് ട്യൂബ് മെഷർ ചെയ്യുന്നത്. അതിന്റെ ഫ്ലോയുടെ പിറ്റഡ് ട്യൂബിന്റെ നോസിന്റെ ഫ്രണ്ടിലായിട്ട് വി ക്യാൻ സി ദി ഷോക്ക് വേവ്. ആൻഡ് P1 ഇവിടെ ഒരു സ്റ്റാറ്റിക് പോർട്ട്, ഇതാ സ്റ്റാറ്റിക് പോർട്ട് എന്ന് പറയുന്നത്. അതിന്റെ സർഫസിൽ ഒരു ഹോൾ ഡ്രിൽ ചെയ്തിട്ട് ഒരു ട്യൂബ് കണക്ട് ചെയ്താൽ സ്റ്റാറ്റിക് പ്രഷർ മെഷർ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് സ്റ്റാറ്റിക് ട്യൂബ് മെഷർ P1 മീൻസ് നമ്മുടെ കേസിൽ PX പ്രഷർ, അപ്സ്ട്രീം പ്രഷർ. ഇഫ് യു ഹാവ് PX ആൻഡ് POY മെഷേർഡ്, ഈ ഇക്വേഷനിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് MX-ന്റെ വാല്യൂ കാണാൻ പറ്റും. അപ്പൊ അതാണ് പിറ്റഡ് ആൻഡ് സ്റ്റാറ്റിക് ട്യൂബ് കോമ്പിനേഷൻ ടു ഫൈൻഡ് ദി സൂപ്പർസോണിക് ഫ്ലോ വെലോസിറ്റി. ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണിച്ചിരിക്കുന്നതാണ് പിറ്റോഡ് സ്റ്റാറ്റിക് ട്യൂബ്. ഇത് നിങ്ങൾ പഠിച്ചതാണ് ഓൾറെഡി ഫ്ലൂയിഡ് മെക്കാനിക്സിൽ. പിറ്റഡ് ട്യൂബ് എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, ഇറ്റ് വിൽ ബി ഹാവിംഗ് ഒരു കോൺസെൻട്രിക് ആയിട്ടുള്ള രണ്ട് ട്യൂബ്സ് ആണ്. അതിൽ രണ്ട് പോർട്ട് ഇവിടെ നോക്കുക. രണ്ട് പോർട്ട് എന്ന് പറയുന്നത് ഒന്ന് നോസ്, ഈ വരുന്ന ഫ്ലൂയിഡ് ഇതിന്റെ നോസിലെ ഇതിന്റെ ടിപ്പ് അല്ലെങ്കിൽ നോസ് എന്ന് പറയും, അവിടെ ഒരു ഹോള് കാണും. ആ പോർട്ട് എന്ന് പറയുന്നത് സ്റ്റാഗ്നേഷൻ പോർട്ടാ, അതാ സെന്റർ പോർട്ടാ. ആ സെന്റർ പോർട്ട് മെഷർ ചെയ്യുന്നത് PO2 എന്ന് പറഞ്ഞാൽ POY നമ്മുടെ കേസിൽ. അതുപോലെ തന്നെ ഈ വെലോസിറ്റി സൈഡിലെ പോർട്ടുണ്ട്, രണ്ട് പോർട്ട് കാണാം. അതായത് നടുക്കത്തെ ട്യൂബിന്റെ ഔട്ടർ ഷെല്ലിൽ കൂടി ഫ്ലോ വരുന്നത് അത് P1 PX എന്ന് വെച്ചാൽ ഷോക്കോവിന്റെ അപ്സ്ട്രീം പ്രഷർ. ഇത് രണ്ടും മെഷറബിൾ ആണ്. ഇത് രണ്ടും രണ്ട് ലിംസിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു പ്രഷർ സെൻസറിന്റെ 2 നാനോമീറ്റർ ആണെങ്കിൽ അതിന്റെ 2 ലിംസിൽ കൊടുത്തു കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ PO2 ആൻഡ് P1. അപ്പൊ PO2 P1ന്റെ വാല്യൂ അറിഞ്ഞാൽ we can find the upstream Mach number of the upstream Mach number എന്ന് പറഞ്ഞാൽ സൂപ്പർസോണിക് ഫ്ലോ വെലോസിറ്റി എത്ര എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. So this is how the pitted tube is used to measure flow velocity in a supersonic flow. ഇനി ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. നമ്മള് എൻട്രോപ്പി ചേഞ്ചിന്റെ കേസ്, ഷോക്കോവിന് അക്രോസ് ആയിട്ടുള്ള എൻട്രോപ്പി ചേഞ്ച്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്, the flow through a shock wave is not isentropic. Isentropic അല്ലെങ്കിൽ എന്തായിരിക്കും, എൻട്രോപ്പി ചേഞ്ച് കാണും. So that entropy change we can obtain by using the already known equation what we have derived. അത് വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരുന്നേ ഉള്ളൂ. അപ്പൊ അതിന് നിങ്ങൾ തെർമോഡൈനാമിക്സ് പഠിച്ച റിലേഷൻ ആണത്. ഏതാണ് SY മൈനസ്, അതായത് എൻട്രോപ്പി ചേഞ്ച് ഡെൽറ്റ എസിന്റെ ഇക്വേഷൻ S2 മൈനസ് S1 ഓർ SY മൈനസ് SX we can CPLN TY by TX minus RLN PY by PX. ഇത് തെർമോഡൈനാമിക്സിൽ നിങ്ങൾ പഠിച്ച ഇക്വേഷൻ ആണ്. Now the flow is isentropic before. നേരത്തെ ഞാൻ പറഞ്ഞു നമ്മളൊരു ഡക്ട് ഫ്ലോ കൺസിഡർ ചെയ്താൽ
ഡക്റ്റ് ഒരു ഷോക്കോവ് എവിടെയാണ്, ആ ഷോക്കോവ് വരുന്ന റീജിയനിൽ മാത്രമേ ഉള്ളൂ ഐസെൻട്രോപിക് അല്ലാത്തത്. സോ വി ക്യാൻ കൺസിഡർ ദ ഫ്ലോ ബിറ്റ്വീൻ, സപ്പോസ് യു ഹാവ് ഇൻലെറ്റ് സെക്ഷൻ ഡെസിഗ്നേറ്റഡ് ആറ്റ് 1, എക്സിറ്റ് സെക്ഷൻ 2, and you have ഷോക്കോവിന്റെ അപ്സ്ട്രീം എക്സ് ആൻഡ് വൈ ഡൗൺ സ്ട്രീം. അപ്പൊ 4 സെക്ഷൻസ് ഞാൻ ഇവിടെ പറയുന്നു. ഇൻലെറ്റ് സെക്ഷൻ, അതായത് ഡക്റ്റിന്റെ പൈപ്പിന്റെ ഇൻലെറ്റിലെ സെക്ഷനെ 1 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് വിചാരിക്കുക. അതിന്റെ എക്സിറ്റില് 2 എന്നുള്ള നൊട്ടേഷൻ റെപ്രസെന്റ് എന്ന് വിചാരിക്കുക. എക്സിറ്റ് സെക്ഷന് 2 ലെറ്റ് ബി ഡിനോട്ട്. ദെൻ വി ഹാവ് എ ഷോക്കോ ഇൻസൈഡ് ദ പൈപ്പ്. പൈപ്പിന്റെ അകത്ത് ഒരു ഷോക്കോ ഉണ്ട്. ഷോക്കോവിന്റെ എക്സ്ട്രീമിൽ, അതിന്റെ അപ്സ്ട്രീമില് കണ്ടീഷൻ എക്സ് എന്നും ഷോക്കോവിന്റെ ഡൗൺ സ്ട്രീമിലെ സെക്ഷനെ വൈ എന്നും എടുത്തു കഴിഞ്ഞാൽ 4 സെക്ഷൻസ് ഉണ്ട്. 1 എക്സ്, ദെൻ എക്സ് വൈ, x2. ഇതാണ് ഫ്ലോ വരുന്നത്. ആദ്യം 1 to x വരെ ഐസെൻട്രോപിക് ഫ്ലോ വരും. x2 y എന്ന് പറയുന്നത് അഡയാബാറ്റിക്, അതായത് ഫ്ലോ ത്രൂ ഷോക്കോ. ദെൻ ആഫ്റ്റർ ഷോക്കോ എന്താണ്, y to 2 എക്സിറ്റ് വരെ ഐസെൻട്രോപിക് ആണ്. അപ്പൊ അതിന്റെ 2 സൈഡിലും ഐസെൻട്രോപിക് ആണ്. ജസ്റ്റ് ആ എവിടെയാണോ ഷോക്കോ വരുന്നത് ആ റീജിയനിൽ മാത്രം നോൺ ഐസെൻട്രോപിക് ആയിട്ടുള്ള ഫ്ലോ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എസ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, S1 തന്നെ ആയിരിക്കും. കാരണം എന്താ, 1 to x എന്ന് പറയുന്നത് സോറി 1 to x എന്ന് പറയുന്നത് ഐസെൻട്രോപിക് ആണ്. അപ്പൊ ഇൻലെറ്റിലെ എൻട്രോപ്പിയും അപ്സ്ട്രീം ഷോക്കോവിന്റെ അപ്സ്ട്രീമിലെ എൻട്രോപ്പിയും സെയിം ആയിരിക്കും. സിമിലർലി ഡൗൺ സ്ട്രീമിലെ എൻട്രോപ്പി S2ഉം എസ് വൈയും ഈക്വൽ ആയിരിക്കും. കാരണം y to 2 എന്ന് പറയുന്നത് ഐസെൻട്രോപിക് ആണ്. എസ് വൈ എസ് എക്സ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കത്തില്ല. അപ്പൊ അതാ ഡിഫറൻസ് ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. എസ് വൈ മൈനസ് എസ് എക്സ് ഈ സെയിം ആസ് എന്താണ്, എസ് ഒ വൈ മൈനസ് എസ് ഒ എക്സ് എന്ന് പറയാൻ കാരണം വെച്ചാൽ എസ് ഒ വൈ എന്ന് പറയുന്നത് എസ് ഒ എക്സ് എന്ന് പറയുന്നത് എൻട്രോപ്പി സെയിം ആണ്. കാരണം ഇൻലെറ്റിലെ എൻട്രോപ്പി സെയിം ആണ്. സോ വി ക്യാൻ, ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ദി static condition, we can apply the stagnation condition, SOY minus SOX. So Ty by Tx you can replace by TOY by TOX. Similarly, Py by Px you can replace by POY by POX. ഇനി ഇവിടെ അറിയാവുന്ന ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഷോക്കോവിന്റെ അക്രോസ് ആയിട്ട് TOYയും TOXും സെയിം ആണ്. അപ്പൊ TOY TOX സെയിം ആണെങ്കിൽ എന്തായിരിക്കും, TOY by TOX will be 1. അപ്പൊ ആദ്യത്തെ ടേം 0 ആയിരിക്കും. CPLN 1 ആയിരിക്കും, ആ ടേം 0 ആവും. So what we have finally is entropy change Sy minus Sx as equal to minus RLN POY by POX. ആ നെഗറ്റീവ് സൈൻ കളയാനായിട്ട് Sy minus Sx equal to RLN POX by POY. അപ്പൊ ഈ ഒരു സിമ്പിൾ ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. നമുക്ക് ഒരു ഷോക്കോവിന്റെ അക്രോസ് ആയിട്ടുള്ള ടോട്ടൽ പ്രഷർ വാല്യൂ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് അതിന്റെ അക്രോസ് ആയിട്ടുള്ള എൻട്രോപ്പി ചേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റും. Sy minus Sx you can find out using this RLN POX by POY. ഇവിടെ നെഗറ്റീവ് സെയിം വന്നാൽ മൈനസ് RLN POY by POX. സോറി. അപ്പൊ അത് ഓൾറെഡി POX by POY റിലേഷൻ അല്ലെങ്കിൽ POY by POX നിങ്ങൾ ഡെറൈവ് ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പൊ നമ്മൾ ആദ്യം കണ്ട ഇക്വേഷൻ ആണ്. ദാറ്റ് യു ക്യാൻ do the substitution here and finally arrive at one equation like this. POY by POX substitute ചെയ്ത് അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി വിൽ ബി ഗെറ്റിംഗ് ഇവിടെ ഒരു R ഉണ്ട്. R you can bring it to the left hand side. So Sy minus Sx by R equal to, after simplification you can arrive at this 1 by gamma minus 1 ln 2 gamma by gamma plus 1 mx square minus gamma minus 1 by gamma plus 1 plus gamma by gamma minus 1 ln 2 by gamma plus 1 mx square plus gamma minus 1 by gamma plus 1. ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഒരു പക്ഷേ ഈ ഇക്വേഷൻ ഡെറിവേഷൻ ചോദിക്കാം. അല്ലെങ്കിൽ യു മേ ബി ആസ്ക്, നമ്മൾ ഓൾറെഡി നമ്മളെ ഷോക്കോസ് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങുമ്പോൾ പറഞ്ഞു എന്താണ്, ഷോക്കോസ് ആർ ഒബ്സർവ്ഡ് ഇൻ സൂപ്പർസോണിക് ഫ്ലോ. So there may be question why or how you may be asked to prove that they are not occurring in subsonic flow. Subsonic flow യിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, ഈ രീതിയിലുള്ള എക്സ്പാൻഷൻ വേവ്സ് അവിടെ ഫോം ചെയ്തുള്ളൂ. ദേ ആർ നോട്ട്, അതിന്റെ വേവ് പാറ്റേൺ ആലോചിക്കുക, അവിടെ ആ മെർജിങ് ഓഫ് വേവ്സ് ആർ നോട്ട് ഹാപ്പനിങ്. ബട്ട് വെൻ ദ ഫ്ലോ മാക് നമ്പർ അപ്രോച്ചസ് ടുവേർഡ്സ് സോണിക്, അപ്പോഴാണ് അതിന്റെ മെർജിങ് ഓഫ് വേവ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
കംപ്രഷൻ വേവ്സ് ഫോം ചെയ്യുന്നില്ല അവിടെ സബ്സോണിക് ഫ്ലോയിൽ. സോ ദാറ്റ് തിങ് യു ക്യാൻ പ്രൂവ് മാത്തമാറ്റിക്കലി യൂസിങ് ദിസ് ഇക്വേഷൻ. കാരണം എന്ന് വെച്ചാൽ ഈ ഇക്വേഷനിൽ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് എം എക്സ് ആസ് ഈക്വൽ ടു 1 യു ക്യാൻ ഫൈൻഡ് ദാറ്റ് എൻട്രോപ്പി ചേഞ്ച് ഈസ് ഈക്വൽ ടു 0. ഇതിന്റെ ഇക്വേഷൻ എം എക്സിന്റെ വാല്യൂ 3 വാല്യൂ കൊണ്ട് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് mx greater than 1 values, you will be getting the delta sy minus sx value as positive. If you hello പറയുന്നത് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഈ ഇക്വേഷനിൽ എം എക്സിന്റെ വാല്യൂ 1 ഇട്ട് കഴിഞ്ഞാൽ you can find that the entropy change is equal to 0. If you put any value mx greater than 1, you will be getting this delta s or entropy change as positive. And if you substitute mx value less than 1, you will be getting entropy change as negative. അപ്പൊ അതില് ഞാൻ ഇപ്പൊ മൂന്നാമത് പറഞ്ഞ കേസ് is never possible because it violates the thermodynamics law. Entropy change is of a process should always be greater than or equal to, entropy principle വെച്ചിട്ട് delta s should be greater than or equal to 0. Equal to 0 വരുന്നത് എപ്പോഴാണ്? റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ. And for all irreversible process, delta s greater than 0. But delta s should not be less than 0. പക്ഷേ equation mx, if you substitute mx less than 1, subsonic values ഇട്ട് കഴിഞ്ഞാൽ you can find that this sy minus xy you will be getting negative, which is not permissible because of the entropy principle. അപ്പൊ ആ ഒരു കേസ് പറഞ്ഞിട്ട് നമുക്ക് എന്ത് പറയാം? That is why, so we can prove that shock waves are not possible in subsonic flow. അപ്പൊ അതിന്റെ റെപ്രസെന്റേഷൻ, ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ അവിടെ കാണിച്ചിരിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഇതിന്റെ അകത്ത് ആ റൈറ്റ് ഹാൻഡ് സൈഡ് യു ഹാവ് mx greater than 1 shocks are possible, and on the dotted line represents the entropy change negative there for all mx less than 1. Entropy change negative എന്നുള്ള കേസ് is not against the thermodynamics law. So such cases are not possible. So that proof you can give using this for deriving this equation for entropy change across the shock wave. Okay. ഇത്രയും കാര്യങ്ങൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ. ഒന്ന്, ഇത് ഇക്വേഷൻസ് ആണ്. ആക്ച്വലി ഇത് ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു റെഗുലർ ക്ലാസ് ആണെങ്കിൽ ഡിറൈവ് ചെയ്ത് പഠിക്കേണ്ടതാണ്. ബട്ട് സച്ച് എ സിറ്റുവേഷൻ ഈസ് നോട്ട്, വി ആർ നോട്ട് ഹാവിങ്. അത് ചെയ്ത് പഠിക്കുക, ഇത് വായിച്ച് പഠിക്കാനൊന്നും പറ്റത്തില്ല. ഇക്വേഷൻസ് ഏത് വേണമെങ്കിലും ചോദിക്കുക, ഡെറിവേഷൻസ് ചോദിക്കുക. അതുകൊണ്ട് ഒന്നും സ്കിപ്പ് ചെയ്യാതെ എല്ലാ ഇക്വേഷൻസും അതിന്റെ പറഞ്ഞു പോകുന്നത് കൊണ്ടാണ്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്ലൈഡിൽ നിങ്ങൾ ചെയ്തു നോക്കുക. ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഐ വിൽ ബി അവൈലബിൾ ടു ക്ലിയർ യുവർ ഡൗട്ട്സ്. ഓക്കെ. ഇപ്പൊ വേറെ ഒന്നും പറയാനില്ല. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക്, അതർവൈസ് വിൽ വൈൻഡ് അപ്പ്. ഓക്കെ. നിങ്ങളൊരു കാര്യം ചെയ്യാവോ ആരെങ്കിലും? അത് ആ റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനുള്ള, റെക്കോർഡിംഗ് ഉണ്ടോ? ഇപ്പൊ റെക്കോർഡിംഗ് നടക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാവോ? എന്റെ ലാപ്പ് എനിക്ക് ഇത് വെച്ചിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന